എല്ലാവർക്കും നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബിസിനസ് സൈക്കിളിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി ബിസിനസ് സൈക്കിൾ എന്ന പാർട്ട് കഴിയും. അപ്പോൾ നമ്മൾ ബിസിനസ് സൈക്കിൾ എന്താണ്, അതിൻ്റെ ഫേസസ് സ്റ്റേജസ് എന്തൊക്കെയാണ്, അവിടെ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട ചെറിയ പ്രധാനപ്പെട്ട തിയറീസാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ട് 3 തിയറീസാണെന്ന് പഠിക്കുന്നത്, ഈ ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തിയറിയിലേക്ക് പോകാം. ഫസ്റ്റ് തിയറിയാണ് നമ്മൾ നോക്കുന്നത്, സാമുവൽസൺ മോഡൽ ഓഫ് ബിസിനസ് സൈക്കിൾ. സാമുവൽസൺസ് മോഡൽ ഓഫ് P.A. സാമുവൽസൺ, പോൾ എ സാമുവൽസൺ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സൈക്കിളിൽ ഒരു മോഡൽ, ഒരു തിയറി ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനറിയപ്പെടുന്ന സാമുവൽസൺ മോഡൽ ഓഫ് ബിസിനസ് സൈക്കിൾ. ഓക്കെ, നോക്കാം. പ്രൊഫസർ സാമുവൽസൺ ഇൻ ഹിസ് ആർട്ടിക്കിൾ, അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൻ്റെ പേര് ഓർക്കുക, ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ മൾട്ടിപ്ലയർ അനാലിസിസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആക്സലറേഷൻ 1939. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. ആർട്ടിക്കിളിൻ്റെ പേരെന്താണ്ട്, ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ മൾട്ടിപ്ലയർ അനാലിസിസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ആക്സലറേഷൻ 1939. ഇതാണ് ആർട്ടിക്കിളിൻ്റെ പേര്. ആ ആർട്ടിക്കിളിൽ ഷോസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മൾട്ടിപ്ലയർ ആൻഡ് ആക്സലറേറ്റർ. നമ്മൾ പഠിക്കും എന്താണ് മൾട്ടിപ്ലയർ, ആക്സലറേറ്റർ, വിശാലമായ വേറൊരു ടോപ്പിക്കിലും പഠിക്കാനുണ്ടത്, അത് മാത്രമായിട്ട്. അപ്പോൾ ഷോസ്, ഇതിലൂടെ ഈ ആർട്ടിക്കിളിലൂടെ സാമുവൽസൺ എന്ത് ചെയ്യുന്നു, ഷോസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മൾട്ടിപ്ലയർ ആൻഡ് ആക്സലറേറ്റർ. അദ്ദേഹം എന്തൊക്കെയാണ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മൾട്ടിപ്ലയർ ആൻഡ് ആക്സലറേറ്റർ, ആക്സലറേറ്ററും മൾട്ടിപ്ലയറും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, അല്ലേ, തമ്മിലുള്ള ബന്ധം, എന്തിന്, ഗീവ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇദ്ദേഹം ഈ തിയറിയിലൂടെ എന്താണ് കാണിക്കുക, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിളിലൂടെ, ഈ തിയറിയിലൂടെ സാമുവൽസൺ എന്താണ് പ്രതിപാദിക്കുന്നത്, മൾട്ടിപ്ലയറും ആക്സിലറേറ്ററും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. എന്തിനു വേണ്ടിയാണ് ആ ഇൻറ്ററാക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്, ടു ഗീവ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി, ഇക്കോണമിയിലെ ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇക്കോണമിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ കാരണം മൾട്ടിപ്ലയറും ആക്സിലറേറ്ററും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ആണ് എന്നാണ് ആര് പ്രതിപാദിക്കുന്നത്, സാമുവൽസൺ പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്ലക്ച്വേഷൻ, അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ് സാമുവൽസന്റെ അഭിപ്രായത്തിൽ ആരൊക്കെ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ആണ്, ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മൾട്ടിപ്ലയർ ആൻഡ് ആക്സിലറേറ്റർ. മൾട്ടിപ്ലയറും ആക്സിലറേറ്ററും തമ്മിലുള്ള ഇൻറ്ററാക്ഷനിലൂടെയാണ് ബിസിനസ് സൈക്കിൾ ഉണ്ടാകുന്നതെന്നാണ് ആരുടെ പക്ഷം, സാമുവൽസന്റെ പക്ഷം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ ഇൻറ്ററാക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. മൾട്ടിപ്ലയർ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന K എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ എന്താണ്, മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിലൂടെ നാഷണൽ ഇൻകം ചേഞ്ച് ചെയ്യുന്നു. ഇതിനെയാണ്, ആ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് മൾട്ടിപ്ലയർ. മലയാളത്തിൽ ഗുണകം എന്നൊക്കെ പറയും. അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്, നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും അതുപോലെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള റേഷ്യോയ്ക്കാണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് K. ദാ ഇക്വേഷൻ ഫോമിൽ എങ്ങനെ എഴുതാം, K is equal to ഡെൽറ്റ Y ഡിവൈഡഡ് ബൈ ഡെൽറ്റ I. ഡെൽറ്റ Y അറിയാൽ, ഡെൽറ്റ I എന്താണ്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഡെൽറ്റ Y നമ്മൾ ആൾറെഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ Y എന്താണ്ട്, ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച്, ഇവിടെ ഡെൽറ്റ I കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്ത്, പിന്നെ ഗവൺമെന്റ് ഒരു ലെവലിൽ ഇൻകത്തെ അഫക്റ്റ് ചെയ്യാതെ, ഇൻകം എത്ര തന്നെയാണെങ്കിലും ഗവൺമെന്റ് എന്താണ് ഒരു ലെവൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം കുറഞ്ഞാലും കൂടിയാലും ഗവൺമെന്റ് ഒരു ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയുടെ ഗ്രോത്തിന് വേണ്ടി നടത്തും. ഇതിനെയാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം എഡ്യൂക്കേഷന് വേണ്ടി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടി, ഹെൽത്ത് ഫെസിലിറ്റീസിനൊക്കെ വേണ്ടി, ഇതൊക്കെ ഇക്കോണമി ഗ്രോ ചെയ്യട്ടെ, അതിനുശേഷം ചെയ്യാമെന്ന് കരുതിയിരിക്കില്ല. ഈ ഒരു ഇതിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് ആണ് പ്രധാനമായിട്ട് നടത്തുന്നത്. അതിനെയാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ മനസ്സിലാക്കുക, അതാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ആ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ഡെൽറ്റ I എന്ന് പറയുന്നത്. അങ്ങനെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയിലേക്ക് നടത്തുമ്പോൾ ഇൻകം വർദ്ധിക്കും. ആ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് മൾട്ടിപ്ലയർ. കാരണം ഇൻവെസ്റ്റ്മെന്റ് ചില ചേഞ്ചസ് ഉണ്ടായാൽ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഏത് വർദ്ധിക്കും, ഇൻകം വർദ്ധിക്കും. മനസ്സിലായില്ലേ? 50 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ 50 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻകത്തിൽ 100, 150, 200 കോടി രൂപയുടെ വർധനവ് എവിടെ ഉണ്ടാകും, ആ ഇൻകത്തിൽ ഉണ്ടാകും. ഇതിനെയാണ് മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡെൽറ്റ Y ഡിവൈഡഡ് ബൈ ഡെൽറ്റ
ഐ. ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇൻകം, ഡെൽറ്റ ഐ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ആക്സിലറേറ്റർ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന വി എന്ന ലെറ്റർ ആണ് ആക്സിലറേറ്റർ. എന്താണ് ആക്സിലറേറ്റർ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. മാറിപ്പോരുത്, തിരിഞ്ഞു പോരുത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചും ടു ചേഞ്ച് ഇൻ കൺസംഷൻ. ആരൊക്കെ തമ്മിലുള്ള അനുപാതമാണ്? ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചും കൺസംഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള അനുപാതമാണ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഈ ആക്സിലറേറ്റർ മൾട്ടിപ്ലയറും കൂടി ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബിസിനസ് സൈക്കിൾ കൊണ്ടുവന്നത്. അതിനാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആക്സിലറേറ്റർ എന്താണ്? റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ടു ചേഞ്ച് ഇൻ കൺസംഷൻ. അപ്പോൾ കൺസംഷനിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടും. കാരണം ഇതെങ്ങനെയാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൺസംഷൻ കൂടിയാൽ അതൊരു ഇൻഡ്യൂസ്മെന്റ് ആണ് ഇൻവെസ്റ്റേഴ്സിന്. കാരണം കൺസംഷൻ കൂടുമ്പോൾ കൂടുതൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യണ്ടേ? സപ്ലൈ ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. അപ്പോൾ കൺസംഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യും. കൺസംഷൻ കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയും. കൺസംഷൻ കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പോൾ അതുവരെ തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേറ്റർ എന്ന് പറയുന്നത്, വി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സി. ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സി. ഡെൽറ്റ ഐ നമ്മൾ ആൾറെഡി പറഞ്ഞു, ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഡെൽറ്റ സി ചേഞ്ച് ഇൻ കൺസംഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലയറിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ്. അവിടെ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചേഞ്ച് ഇൻ ഇൻകത്തിന് കാരണം. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യാൻ കാരണം ആരാണ്? ചേഞ്ച് ഇൻ കൺസംഷൻ ആണ്. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ ഡെൽറ്റ ഐ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. മൾട്ടിപ്ലയറിൽ എന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം കൺസംഷൻ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നത്. അതുകൊണ്ട് ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്. കൺസംഷൻ കൂടുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്. അങ്ങനെ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, പ്രേരിതമായിട്ടുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ പിന്നെ നമ്മൾ മൾട്ടിപ്ലയറിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഇക്കോണമിയിൽ എത്ര ഗ്രോത്ത് ഉണ്ടോ ഇല്ലേ, പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു ഫിക്സഡ് എമൗണ്ട് അവരെ ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ആ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇതാണ് ഇവിടെ ആക്സിലറേറ്റർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സാമുൽസൺ എക്സ്പ്ലെയിൻസ് 5 types of cyclical fluctuations in an economy. സാമുൽസൺ എക്സ്പ്ലെയിൻസ് 5 types of cyclical fluctuations in an economy. സാമുൽസൺ പറയുന്നത് ഒരു ഇക്കോണമിയിൽ 5 തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമെന്നാണ്. ആര് പറയുന്നത്? സാമുൽസൺ പറയുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഫേസസ് ഒക്കെ പറഞ്ഞു, പക്ഷേ സാമുൽസൺ പറയുന്നത് എത്ര? 5 തരത്തിലുള്ള സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ്, വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് ഒരു ഇക്കോണമിയിൽ ഉണ്ടാകും എന്നാണ് ആര് പ്രതിപാദിക്കുന്നത്? സാമുൽസൺ പ്രതിപാദിക്കുന്നത്. ഒന്ന്, സൈക്കിൾലെസ് പാത്ത്. അതായത് വേവ്സ് ഒന്നും ഇല്ലാത്ത പാത്താണ് സൈക്കിൾലെസ് പാത്ത്. മീൻസ് വേവ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത പാത്ത്. 2, ഡാംഡ് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഡാംഡ് സൈക്ലിക്കൽ പാത്ത്. 3, കോൺസ്റ്റന്റ് പാത്ത്. 4, ആന്റി ഡാംഡ് ഓർ എക്സ്പ്ലോസീവ് സൈക്കിൾ. ലാസ്റ്റ് 1, എക്സ്പ്ലോസീവ് സൈക്കിൾ ലെസ് പാത്ത്. എക്സ്പ്ലോസീവ് സൈക്കിൾ ലെസ് പാത്ത്. അപ്പൊ നോക്ക്, സാമുൽസൺ എന്താണ്? 5 തരത്തിലുള്ള ചേഞ്ചസ് ആണ്, ഫ്ലക്ച്വേഷൻസ് ആണ് ഇക്കോണമിയിൽ ഉണ്ടാകുന്നതെന്ന് പ്രതിപാദിക്കുന്നു. ഏതൊക്കെയാണ്? 1, സൈക്കിൾ ലെസ് പാത്ത്. 2, ഡാംഡ് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഡാംഡ് സൈക്ലിക്കൽ പാത്ത്. 3rd one, കോൺസ്റ്റന്റ് പാത്ത്. 4th one, ആന്റി ഡാംഡ് ഓർ എക്സ്പ്ലോസീവ് സൈക്കിൾ. അടുത്തത് എക്സ്പ്ലോസീവ് സൈക്കിൾ ലെസ് പാത്ത്. എക്സ്പ്ലോസീവ് സൈക്കിൾ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സൈക്കിൾ ലെസ് പാത്ത്. ഇങ്ങനെ 5 പാത്തിലൂടെയാണ് അല്ലെങ്കിൽ 5 തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് ഇക്കോണമിയിൽ ഉണ്ടാകുന്നതെന്ന് സാമുൽസൺ പറയും. അതിൽ ആദ്യത്തെ പറയുന്നത് സൈക്കിൾ ലെസ് പാത്ത്. എന്താണ് സൈക്കിൾ ലെസ് പാത്ത്? ഇറ്റ് ഇംപ്ലൈസ് ദർ ഇസ് നോ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഇക്കോണമി. ഇതിന്റെ അർത്ഥം എന്താണ്? ദർ ഇസ് നോ ഫ്ലക്ച്വേഷൻ. ഇവിടെ എന്തില്ല? ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല. അതാണ് സൈക്കിൾ ലെസ്, അല്ലേ? വേവ്സ് ഒന്നുമില്ല. സൈക്കിൾ ലെസ് പാത്ത് ആ പേര് ടേമിൽ തന്നെ ഉണ്ട്. ദർ ഇസ് നോ ഫ്ലക്ച്വേഷൻ. എന്തുകൊണ്ട് ഫ്ലക്ച്വേഷൻ ഇല്ല? നോക്കിയേ, അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹിയർ MPC ഈസ് 0.5. MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓർക്കുക, MPC ഈസ് 0.5 ആൻഡ് V ഈസ് ഈക്വൽ ടു 0. V എന്താണ്? ആക്സിലറേറ്റർ 0 ആണ്. ഇവിടെ നിങ്ങൾ അസ്യൂം ചെയ്യുക ആക്സിലറേറ്റർ 0 ആണ്. MPC 0.5 ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ സൈക്കിൾ ലെസ് പാത്ത് അറിയണമെങ്കിൽ മൾട്ടിപ്ലയർ അറിയണം. മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ ഇന്ററാക്ഷനിലൂടെയാണ് നമ്മളിത് പറയുന്നത്. ഓരോ ഫേസും നമ്മളല്ല, സാമുൽസൺ പറയുന്നു. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയർ കിട്ടുന്ന മൾട്ടിപ്ലയറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. K ഈസ് ഈക്വൽ ടു 1/1 - MPC. മൾട്ടിപ്ലയർ കാണണമെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, പഠിച്ചു വെക്കുക. 1/1 - MPC. MPC ഉണ്ട് എങ്കിൽ മൾട്ടിപ്ലയർ കാണുന്ന ഒരു ഇക്വേഷൻ ആണ് 1/1 - MPC. ഓക്കെ, K ഈസ് ഈക്വൽ ടു 1/1 -
MPC. ഇത് മൾട്ടിപ്ലയറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. MPC വെച്ചിട്ട് മൾട്ടിപ്ലയർ കാണുന്ന ഇക്വേഷനാണ്. വൺ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നേരത്തെ മനസ്സിലാവാത്ത മുൻ ക്ലാസ്സുകൾ കണ്ടു നോക്കിയാൽ അറിയാം, MPC നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1/1 - MPC. ഇവിടെ MPC തന്നിട്ടുണ്ടല്ലോ, 1/1 - 0.5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വാല്യൂ 2 എന്ന് കിട്ടും. ഇതാണ് മൾട്ടിപ്ലയർ. ആക്സിലേറ്റർ അവർ തന്നിട്ടുണ്ട്. ദർ ഈസ് നോ ആക്സിലേറ്റർ. ഇവിടെ എന്താണ്? ആക്സിലേറ്റർ ഇല്ല, 0 ആണ് അല്ലേ? 0 ആണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ആക്സിലറേറ്റർ ചേഞ്ച് ഒന്നും ഇല്ല എന്നാണ് പ്രതിപാദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താണ്? K ഈസ് ഗ്രേറ്റർ ദാൻ V ആണ്. മൾട്ടിപ്ലയർ ഈസ് ഗ്രേറ്റർ ദാൻ V. മൾട്ടിപ്ലയർ ഈസ് ഗ്രേറ്റർ ദാൻ V. ആക്സിലറേറ്റർ ഇല്ല, പക്ഷേ ഏതുണ്ട്? മൾട്ടിപ്ലയർ ഉണ്ട്. ആക്സിലറേറ്റർ 0 ആണ്, പക്ഷേ മൾട്ടിപ്ലയറിന് വാല്യൂ ഉണ്ട്. മൾട്ടിപ്ലയർ പോസിറ്റീവ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ദ മൾട്ടിപ്ലയർ ഇഫക്റ്റ്. അതായത് ഇവിടെ ഈ സൈക്കിൾലെസ് പാത്ത് എന്ന് പറയുന്നത് എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ഓൺലി ദ മൾട്ടിപ്ലയർ ഇഫക്റ്റ്. നോട്ട് ചെയ്യുക, പോയിന്റ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. സൈക്കിൾലെസ് പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൺലി മൾട്ടിപ്ലയർ ഇഫക്റ്റ്. ദ ആക്സിലേറ്റർ പ്ലേയിങ് നോ പാർട്ട് ഇൻ ഇറ്റ്. കാരണം ആക്സിലേറ്റർ 0 ആണ് അല്ലേ? V 0 ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ചസ് വരാൻ കാരണം എന്ത് മാത്രമാണ്? മൾട്ടിപ്ലയർ ഇഫക്റ്റ് മാത്രമാണ്. അപ്പോൾ ഈ ഇക്കോണമിയിൽ മൂവ്മെന്റ് ഉണ്ടാകുന്നത് ഏത് മാത്രമാണ്? മൾട്ടിപ്ലയർ ഇഫക്റ്റിൻ്റെ. കാരണം മൾട്ടിപ്ലയർ ഇവിടെ 2 ആണ്. അതായത് MPC നിലനിൽക്കുന്നുണ്ട്, മൾട്ടിപ്ലയർ 2 കിട്ടി നമുക്ക്. പക്ഷേ പിന്നെന്താണ്? ആക്സിലേറ്റർ 0 ആണെന്ന് അസ്യൂം ചെയ്താൽ മൾട്ടിപ്ലയറിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇക്കോണമി മൂവ് ചെയ്യുന്നത്. ആക്സിലേറ്റർ ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പാത്തിനെ പറയുന്ന പേരാണ് സൈക്കിൾലെസ് പാത്ത്. കാരണം ഇവിടെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്തേ ഉള്ളൂ, അല്ലാതെ അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഉണ്ടാകില്ല. കാരണം ആക്സിലറേറ്റർ ഇല്ല, മൾട്ടിപ്ലയർ മാത്രമേ ഉണ്ടാകൂ, മൂവ്മെൻറ്റ്സ് ഇല്ല എന്നാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് സാമുവൽസന്റെ സൈക്കിൾലെസ് പാത്ത്. ഓക്കെ, അടുത്ത നോക്ക്, ഡാംഡ് ഫ്ലക്ച്വേഷൻ. രണ്ടാമത്തെ പാത്താണ് ഡാംഡ് ഫ്ലക്ച്വേഷൻ. എന്താണ് ഇൻ ദിസ് പാത്ത്? അപ്പോൾ അതിന് മുമ്പേ നോക്ക്, ഈ സൈക്കിൾലെസ് പാത്തിൽ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഇതാ ഇങ്ങനെ ആയിരിക്കും. ഇതാ ആദ്യം അപ്പോർഡ് റൈസിംഗ് ആണ്. ഒരു ലെവലിൽ എത്തിയതിന് ശേഷം ഇത് എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത്. സൈക്കിൾലെസ് പാത്തിൻ്റെ കർവ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഇക്കണോമിക് ആക്ടിവിറ്റി മൂവ് അപ്വേർഡ്സ്. എന്താണ്? മൾട്ടിപ്ലയറിൻ്റെ ഫലമായിട്ട് കുറേ മൂവ് ചെയ്യും. ഒരു ലെവൽ എത്തിയതിന് ശേഷം എന്ത് ചെയ്യും? ഫോൾ ചെയ്ത് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സൈക്കിൾലെസ് പാത്ത് എന്ന് പറയുന്നത്. സൈക്കിൾലെസ് പാത്ത്. അടുത്ത നോക്ക്, ഡാംഡ് ഫ്ലക്ച്വേഷൻ. ഡാംഡ് ഫ്ലക്ച്വേഷൻ എന്താ? ഇൻ ദിസ് പാത്ത് ഇനിഷ്യലി ഇക്കോണമി പ്രൊഡ്യൂസ് ബിഗർ സൈക്കിൾ. ഇവിടെ എന്താണ്? ഇക്കോണമിയിൽ തുടക്കത്തിൽ എന്തുണ്ടാകും? ഇക്കോണമിയുടെ തുടക്കത്തിൽ പ്രൊഡ്യൂസ് ബിഗർ സൈക്കിൾ എന്ന് വെച്ചാൽ ഫ്ലക്ച്വേഷൻസ് അവിടെ കൂടുതലായിരിക്കും. വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ അവിടെ എന്താണ്? കൂടുതലാണ് തുടക്കത്തിൽ. ആൻഡ് ലേറ്റർ സൈക്കിൾസ് ബിക്കം സ്മാളർ. ആ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് പിന്നീട് എന്താണ്? ചെറുതായി ചെറുതായി വരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലാണ്, പിന്നീട് ഇക്കോണമി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫ്ലക്ച്വേഷൻ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു. അതാ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു സ്റ്റഡി ഇക്കണോമിക് ഗ്രോത്ത് ആണെങ്കിൽ, ഇക്കോണമിയുടെ സ്റ്റഡി പാത്ത് നമ്മൾ പറഞ്ഞ സ്റ്റഡി ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകും. കാര്യം അതാണ് പറയുന്നത്, ഇക്കോണമി പ്രൊഡ്യൂസ് ബിഗർ സൈക്കിൾ. തുടക്കത്തിൽ എന്താണ്? ബിഗർ സൈക്കിൾ ആണ്. പിന്നീട് വരുമ്പോൾ എന്താണ്? അത് കുറഞ്ഞ് 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 പോകുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറയുന്ന പേരാണ് ഡാംഡ് ഫ്ലക്ച്വേഷൻ. ആദ്യ തുടക്കത്തിൽ ഫ്ലക്ച്വേഷൻ കൂടുതൽ, പിന്നീട് ഫ്ലക്ച്വേഷൻ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് വേണ്ട പോയിന്റ് ഇതാണ്. വെൻ മൾട്ടിപ്ലയർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ആക്സിലറേറ്റർ, ഡാംഡ് ഫ്ലക്ച്വേഷൻ occur. എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ മൾട്ടിപ്ലയർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ആക്സിലറേറ്റർ. എപ്പോഴാണോ മൾട്ടിപ്ലയർ ആക്സിലറേറ്ററിനേക്കാൾ കൂടി നിൽക്കുന്നത്, അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഡാംഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? MPC 0.5 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആൾറെഡി കണ്ടു, 0.5 ആണെങ്കിൽ പിന്നെ സൈക്കിൾലെസ് പാത്തിൽ നമ്മൾ മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്തു. ഒന്നുകൂടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അവിടെ മൾട്ടിപ്ലയർ എത്ര കിട്ടി? K = 2 എന്ന് കിട്ടി. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇനി ഇവിടെ V തന്നിട്ടുണ്ട്, ആക്സിലറേറ്റർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ K > V അല്ലേ? ഇവിടെ ആക്സിലറേറ്റർ ഉണ്ട് കേട്ടോ, ആക്സിലറേറ്റർ 0 അല്ല. 0 ആണെങ്കിൽ ഏതിലേക്ക് പോകും? നമ്മൾ സൈക്കിൾലെസ് പാത്തിലേക്ക് പോകും. ഇവിടെ വാല്യൂ ഉണ്ട്, അതിന് പോസിറ്റീവ് ആണ് ആക്സിലറേറ്റർ, പക്ഷേ ആക്സിലറേറ്ററിൻ്റെ വാല്യൂ 1 ആണ്, മൾട്ടിപ്ലയർ 2 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? K > V ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, വെൻ മൾട്ടിപ്ലയർ ഈസ് ഹയർ ദാൻ ആക്സിലറേറ്റർ, മൾട്ടിപ്ലയർ ആക്സിലറേറ്ററിനേക്കാൾ കൂടി നിൽക്കുകയാണെങ്കിൽ അതാണ് ഡാംഡ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കി, മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് കോൺസ്റ്റന്റ് സൈക്കിൾ പാത്ത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സൈക്ലിക്കൽ പാത്ത്. കോൺസ്റ്റന്റ് സൈക്ലിക്കൽ പാത്ത് മൂന്നാമത്തെ സിറ്റുവേഷൻ.
ഹിയർ ഇക്കോണമി പ്രൊഡ്യൂസ് കോൺസ്റ്റന്റ് സൈക്ലിക്കൽ പാത്ത്. അല്ലേ, ഇക്കോണമി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്കോണമി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇക്കോണമി മൂവ്സ് കോൺസ്റ്റന്റ് സൈക്ലിക്കൽ പാത്ത് എന്ന് വെച്ചാൽ എന്ത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള സൈക്കിൾസ് ആണ് ഉണ്ടാകുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ്, തുടക്കം മുതൽ അവസാനം വരെ എന്താണ്? ഒരേ ലെവൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഉണ്ടാകുന്നത്. വലിയ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡാംഡ് ഓസിലേഷനിൽ പറഞ്ഞതുപോലെ എന്താണ്? ഒരു ആദ്യം ബിഗറും പിന്നെ സ്മാളും അല്ല, ഒരേ ലെവലിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുക. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ ഇക്വാളിറ്റി ബിറ്റ്വീൻ മൾട്ടിപ്ലയർ ആൻഡ് ആക്സലറേറ്റർ. ഇത് ഉണ്ടാകാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ഇക്വാളിറ്റി ബിറ്റ്വീൻ മൾട്ടിപ്ലയർ ആൻഡ് ആക്സലറേറ്റർ. എന്തിൽ ഇക്വാളിറ്റി ഉണ്ടാകുന്നതേ? മൾട്ടിപ്ലയറിലും ആക്സലറേറ്ററിലും ഇക്വാളിറ്റി ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് കോൺസ്റ്റന്റ് സൈക്ലിക്കൽ പാത്ത് ഉണ്ടാകുന്നത്. നേരത്തെ മൾട്ടിപ്ലയർ ഈസ് ഗ്രേറ്റർ ദാൻ ആക്സലറേറ്റർ ആയതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഡാംഡ് സൈക്ലിക്കൽ പാത്ത് ഉണ്ടായത്. പക്ഷേ ഇവിടെ എന്താണ്? മൾട്ടിപ്ലയറും ആക്സലറേറ്ററും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഒരു കോൺസ്റ്റന്റ് പാത്ത് ആണ് ഉണ്ടാകുന്നത്. MBC 0.5 ആണെങ്കിൽ മൾട്ടിപ്ലയർ 2 കിട്ടി, ഇവിടെ ആക്സലേറ്റർ 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹിയർ K is equal to V, K is equal to V, മൾട്ടിപ്ലയർ is equal to ആക്സലറേറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പാത്ത് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് പാത്ത് എന്ന് വെച്ചാൽ കൂടുകയും കുറയുകയല്ല, ഒരേ ലെവലിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫ്ലക്ച്വേഷൻ ഉണ്ട്. പക്ഷേ ആ ഫ്ലക്ച്വേഷൻസിൽ എന്താണ്? ആ ബിഗറും സ്മാളറൊന്നുമില്ല, ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് സൈക്ലിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ ആന്റി ഡാംഡ് ഓർ എക്സ്പ്ലോസീവ് സൈക്കിൾ. ആന്റി ഡാംഡ് ഓർ എക്സ്പ്ലോസീവ് സൈക്കിൾ എന്താണ്? ഇൻ ദിസ് പാത്ത് ഇക്കോണമി പ്രൊഡ്യൂസസ് സ്മോളർ സൈക്കിൾസ്. ഇക്കോണമി പ്രൊഡ്യൂസസ് സ്മോളർ സൈക്കിൾസ് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ്. നമ്മൾ ഡാംഡ് സൈക്കിൾ പറഞ്ഞില്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആന്റി ഡാംഡ് പറയുന്നത്. ആന്റി ഡാംഡ് ഓർ എക്സ്പ്ലോസീവ് സൈക്കിൾ എന്ന് പറയും. ഇവിടെ എന്ത് ചെയ്യുന്നു? തുടക്കത്തിൽ അതിൻ്റെ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് സ്മോളർ ആണ്. അപ്പോൾ ഇക്കോണമി പ്രൊഡ്യൂസസ് സ്മോളർ സൈക്കിൾസ് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ് ആൻഡ് ലേറ്റർ, പിന്നീട് ഇറ്റ് ബിക്കംസ് ബിഗർ. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? അത് ആ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ വലുതായിട്ട് മാറുന്നു. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഡാംഡ് ഓസിലേഷൻ അല്ലെങ്കിൽ ഡാംഡ് ഫ്ലക്ച്വേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? ആന്റി ഡാംഡ് എന്ന് പറയുന്നത്. അവിടെ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ അവിടെ ബിഗർ ആയിരുന്നെങ്കിൽ ഇവിടെ തുടക്കത്തിൽ എന്താണ്? സ്മോളർ ആണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് ആക്സലറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ മൾട്ടിപ്ലയർ. ആക്സലറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ മൾട്ടിപ്ലയർ. ആക്സലറേറ്റർ മൾട്ടിപ്ലയറിനേക്കാൾ കൂടുന്നത് കൊണ്ടാണ്. ഡാംഡ് സൈക്കിൾ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മൾട്ടിപ്ലയർ ഈസ് ഗ്രേറ്റർ ദാൻ ആക്സലറേറ്റർ ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ആക്സലറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ മൾട്ടിപ്ലയർ. നോക്ക്, MBC 0.5, അതുകൊണ്ട് മൾട്ടിപ്ലയർ 2, അതുപോലെ ആക്സലറേറ്റർ 3 ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് B ഗ്രേറ്റർ ദാൻ K. ആക്സലറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ K. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആന്റി ഡാംഡ് ഓർ എക്സ്പ്ലോസീവ് സൈക്കിൾ ഉണ്ടാകുന്നു. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ കണ്ടോ? ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ആദ്യം തുടക്കത്തിൽ സ്മോൾ സൈക്കിൾ ആണെങ്കിൽ പിന്നീട് ആ സൈക്കിളിൻ്റെ വേവ്സിൻ്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? കൂടി കൂടി ബിഗർ ആയിട്ട് വരും. ഓക്കെ, ലാസ്റ്റ് വൺ, സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത്. സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത് എന്താണ്? സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത്, ഇറ്റ് ഈസ് എ സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് അപ്വേർഡ് പാത്ത്. അല്ലേ, ഇറ്റ് ഈസ് എ സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് അപ്വേർഡ് പാത്ത്. ഇൻ ദിസ് പാത്ത് വാല്യൂ ഓഫ് ദ ആക്സിലറേറ്റർ ഈസ് എക്സ്ട്രീംലി ഹയർ ദാൻ ദാറ്റ് ഓഫ് മൾട്ടിപ്ലയർ. അപ്പോൾ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് അപ്വേർഡ് പാത്ത്. ഇവിടെ സൈക്കിൾലെസ്, അല്ലേ, സൈക്കിൾലെസ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ സൈക്കിൾലെസ് പാത്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും എന്തില്ല? വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ല, ഫ്ലക്ച്വേഷൻസ് അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് എ സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് അപ്വേർഡ് പാത്ത്. ഇൻ ദിസ് പാത്ത് വാല്യൂ ഓഫ് ആക്സിലറേറ്റർ ഈസ് എക്സ്ട്രീംലി ഹയർ ദാൻ ദാറ്റ് ഓഫ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയറും ആക്സിലറേറ്ററും ഉണ്ട്, പക്ഷേ മൾട്ടിപ്ലയറിന്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണ് ആക്സിലറേറ്റർ എന്ന് മാത്രമല്ല എക്സ്ട്രീംലി ഹൈ, വളരെയധികം കൂടുതലുമാണ്. മൾട്ടിപ്ലയറിന്റെ വാല്യൂവിനേക്കാൾ വളരെയധികം കൂടി നിൽക്കുന്നു ആര്? ആക്സിലറേറ്ററിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഏതുണ്ടാകുന്നത്? സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത്. അല്ലേ, അതിന്റെ ഗ്രാഫ് നോക്കി, ഇങ്ങനെ വരും, തിരിച്ചു വരും. നമ്മൾ ആ ഫസ്റ്റ് വരച്ച ഗ്രാഫ് തിരിഞ്ഞു വരും. സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ പോയതിനു ശേഷം ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ എത്തിയതിനു ശേഷം അത് താഴേക്ക് വരും. അല്ലെങ്കിൽ അപ്വേർഡായിട്ട് പോകാൻ പറ്റില്ല. ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. ഇതാണ് എന്ന് പറയുന്നത് സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത് എന്ന് പറയുന്നത്. സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത്, ദാറ്റ് മീൻസ് V ഗ്രേറ്റർ ദാൻ K. V ഗ്രേറ്റർ ദാൻ K എന്ന് മാത്രമല്ല, വിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ്ട്രീംലി ഹയർ ദാൻ K. K നോക്ക് 2 ആണ്, V 4 ആണ്. അപ്പോൾ മൾട്ടിപ്ലയറിന്റെ ഇരട്ടിയാണ് ഏത് വരുന്നത്? ആക്സിലറേറ്റർ വരുന്നത്. അപ്പോൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതാണ്
സൈക്കിൾലെസ് എക്സ്പ്ലോസീവ് പാത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് 5 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സാമുൽസൺസ് ബിസിനസ് സൈക്കിൾ തിയറിയിലെ 5 തരം മൂവ്മെൻറ്റ്. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. മൾട്ടിപ്പിൾ ആക്സിലറേറ്റർ ഇൻട്രാക്ഷനിലൂടെയാണ് അദ്ദേഹം ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തത്. കുറച്ചുകൂടിയൊക്കെ ക്വസ്റ്റ്യൻ ടഫാക്കണമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നമ്മൾ ഈ 5 പാത്തിനകത്തുനിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇല്ലെങ്കിൽ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ ഇൻട്രാക്ഷൻ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായിരിക്കും മെയിനായിട്ട് ചോദിക്കുക. അതിലെത്തിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ തിയറിയിലേക്ക് പോകുന്നു. സാമുൽസന്റെ തിയറി കഴിഞ്ഞു. അടുത്ത തിയറിയാണ് ഹിഗ്സ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ഹിഗ്സ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ, ഹിഗ്സിന്റെ തിയറിയാണ്, ബിസിനസ് സൈക്കിൾ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ഹിഗ്സ് പറഞ്ഞത്? J.R. ഹിഗ്സ് ഇൻ ഹിസ് ബുക്ക്. J.R. ഹിഗ്സിൻ്റെയൊക്കെ നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലും J.R. ഹിഗ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. J.R. ഹിഗ്സ് ഇൻ ഹിസ് ബുക്ക് എ കോൺട്രിബ്യൂഷൻ ടു ദ തിയറി ഓഫ് ദ ട്രേഡ് സൈക്കിൾ. അപ്പോൾ ഹിഗ്സിന്റെ ബുക്ക് ഒന്ന് ഓർത്ത് വയ്ക്കുക. എ കോൺട്രിബ്യൂഷൻ ടു ദ തിയറി ഓഫ് ദ ട്രേഡ് സൈക്കിൾ. ഇങ്ങനെ എടുത്തു പറയുന്ന ബുക്സിൻ്റെ പേരുകളൊക്കെ ഓർത്ത് വച്ചിരിക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ഇക്കോണമിസ്റ്റുകളുടെ പേര്, അവരുടെ ബുക്സൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് നോട്ട്സായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ നോട്ട്സായിട്ട് അയച്ചു വരികയൊക്കെ ചെയ്യും. നമുക്കത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ബുക്സുകൾ വേറെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, J.R. ഹിഗ്സ് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് എ കോൺട്രിബ്യൂഷൻ ടു ദ തിയറി ഓഫ് ദ ട്രേഡ് സൈക്കിൾ. എ കോൺട്രിബ്യൂഷൻ ടു ദ തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ ബുക്ക് എഴുതിയതാരാണ്ട്? J.R. ഹിഗ്സ്. അതിൽ അദ്ദേഹം ബിൽഡ്സ് ഹിസ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. അദ്ദേഹം ബിസിനസ് സൈക്കിളിന്റെ ഒരു തിയറി അതിൽ ആ ബുക്കിലൂടെ ബിൽഡ് ചെയ്യുന്നു. എറൗണ്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇൻട്രാക്ഷൻ. ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്, ഏത് തത്വം ഉപയോഗിച്ച്? മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇൻട്രാക്ഷൻ. അപ്പോൾ സാമുൽസൺ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹവും എന്താണ് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇൻട്രാക്ഷൻ ഉപയോഗിച്ചാണ് ട്രേഡ് സൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമുൽസൺ തിയറിയിൽ മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇൻട്രാക്ഷനിലൂടെയാണ്, ഇവിടെയും ഏത് ഹിഗ്സിയൻ തിയറിയിലും മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇൻട്രാക്ഷനിലൂടെയാണ് അദ്ദേഹം ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇനി ദിസ് തിയറി ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ആൻഡ് മൂവിങ് ഇക്വിലിബ്രിയം. ഈ തിയറി എന്താണ്? ദിസ് തിയറി ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. എന്തിനെക്കുറിച്ച്? ഗ്രോത്ത് പ്രോബ്ലത്തെക്കുറിച്ച്, സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നു. അതുപോലെ മൂവിങ് ഇക്വിലിബ്രിയം, ഇക്കോണമി ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അപ്പോൾ സാമുൽസൺ ജസ്റ്റ് ഇക്കോണമി എന്ത് ചെയ്യുന്നു? മൂവ് അപ്സ് ആൻഡ് ഡൗൺസ് മാത്രം പറഞ്ഞു പോയി, അല്ലെങ്കിൽ ഓരോ വേവ്സും പറഞ്ഞു പോയി 5 സ്റ്റേജസിലൂടെ. അല്ലാതെ അവിടെ ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. അതുപോലെ എന്താണ്? ഇക്കോണമി ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ബിസിനസ് സൈക്കിൾ, ഹിഗ്സിന്റെ ബിസിനസ് സൈക്കിളിന്റെ പ്രത്യേകത ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്യുക. ദിസ് തിയറി ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. ഇക്കോണമിയിലെ ഗ്രോത്ത് പ്രോബ്ലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് ഇവിടെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ മൂവിങ് ഇക്വിലിബ്രിയം, ഇക്കോണമി എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നും കൂടി ഇദ്ദേഹം ഈ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ കൂടെ, വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസിൻ്റെ കൂടെ ഇദ്ദേഹം ഇതുകൂടി പ്രതിപാദിക്കുന്നു. ജസ്റ്റ് ബിസിനസ് സൈക്കിൾ മാത്രം, ആ ഫ്ലക്ച്വേഷൻ മാത്രം പറഞ്ഞു പോവുകയല്ല ചെയ്തത്. ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും ഇക്വിലിബ്രിയത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ഇവിടെ തിയറിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അക്കോർഡിംഗ് ടു ദിസ് തിയറി, interaction between multiplier and accelerator is the main cause of business cycle. സാമുൽസൺ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഹിഗ്സ് പറയുന്നത്. ബിസിനസ് സൈക്കിളിലെ പ്രധാനപ്പെട്ട കാരണം മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇന്ററാക്ഷൻ ആണ്. മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. K is equal to delta y by delta I. അത് തന്നെയാണ് ഇവിടെയും. ആക്സിലേറ്റർ V is equal to delta I by delta C. ഓക്കെ, ഇനി ഇതിന്റെ ഇന്ററാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. മൾട്ടിപ്ലയർ ആക്സിലേറ്ററിന്റെ സാമുൽസൺ തിയറിയിൽ പറഞ്ഞത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. നോക്ക്, അതിന്റെ ഇന്ററാക്ഷൻ പറയുകയാണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്താണ്? മൾട്ടിപ്ലയർ ആണ്. ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സി ആക്സിലറേറ്റർ ആണ്. രണ്ടും ഇക്കോണമിയിൽ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നതാണ്, ഇക്കോണമിയെ ഗ്രോത്തിലേക്ക് നയിക്കുന്നതാണ്. ഓക്കെ, നോക്ക്, ഇൻ ദ മൾട്ടിപ്ലയർ മെക്കാനിസം, ആദ്യത്തെ ഇക്വേഷൻ മൾട്ടിപ്ലയർ മെക്കാനിസത്തിൽ ഡെൽറ്റ ഐ റെപ്രസെന്റ്സ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ സാമുൽസണിലും പറഞ്ഞു ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. വെൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസസ്, ഇൻകം ആൾസോ ഇൻക്രീസസ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ ഇൻകവും കൂടും. ഡ്യൂ ടു മൾട്ടിപ്ലയർ മെക്കാനിസം. ഏതിന്റെ ഫലമായിട്ട്? മൾട്ടിപ്ലയർ മെക്കാനിസത്തിന്റെ ഫലമായിട്ട്. അപ്പോൾ മൾട്ടിപ്ലയർ മെക്കാനിസത്തിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ഇഫക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഗവൺമെന്റ് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഫലമായിട്ട് ഇൻകം പല മടങ്ങായിട്ട് കൂടുന്നു. അതിനെയാണ് പല മടങ്ങായിട്ട് കൂടാൻ കാരണം അവിടെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കൂടുന്നത്. അത് മൾട്ടിപ്ലയർ എങ്ങനെ കൂടുന്നു കുറയുന്നു എന്നൊക്കെ നമ്മൾ മൾട്ടിപ്ലയർ ആക്സിലേറ്ററും സെപ്പറേറ്റ് പഠിക്കാനുണ്ട്, അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്.
ദിസ് റൈസ് ഇൻ ഇൻകം, അപ്പോൾ ഇൻകം കൂടിയല്ലോ. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന്റെ ഫലമായിട്ട് ഇൻകം പല മൾട്ടിപ്പിൾസ് ആയിട്ട് ഇക്കോണമിയിൽ ഇൻകം കൂടി. അങ്ങനെ ഇൻകം കൂടുമ്പോൾ ഇൻകം കൂടിയല്ലോ. ദിസ് റൈസ് ഇൻ ഇൻകം ലീഡ്സ് ടു, ഇങ്ങനെ ഇൻകം കൂടിയപ്പോൾ ഈ വർധനവ് ലീഡ്സ് ടു റൈസ് ഇൻ കൺസംഷൻ. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ എന്ത് ചെയ്യും? കൺസംഷനും കൂടും. ഓക്കെ ആണേ? അങ്ങനെ റൈസ് ഇൻ കൺസംഷൻ കോസസ് റൈസ് ഇൻ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നോക്ക്, ഈ മൾട്ടിപ്ലയറിന്റെ ഫലമായിട്ട് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കൂടിയപ്പോൾ ഇൻകം കൂടി. ഇൻകം കൂടിയപ്പോൾ നേരെ എങ്ങോട്ട് വന്നു? ഡെൽറ്റ സിയിലേക്ക് വന്നു അല്ലേ? ഡെൽറ്റ സിയിലേക്ക് കൺസംഷനും കൂടി. കൺസംഷൻ കൂടുമ്പോൾ എന്താണ്? കൺസംഷൻ കൂടുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. കാരണം ഇക്കോണമിയിൽ കൺസംഷൻ കൂടുമ്പോൾ ബിസിനസ് അല്ലെ ഫേംസിന് എന്താണ്? ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ് ടു പ്രൊഡ്യൂസ് മോർ. അതിന്റെ ഫലമായിട്ട് ഇൻവെസ്റ്റ്മെന്റും കൂടും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചു. അപ്പോൾ ഈ ഡെൽറ്റ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ് ആക്സിലേറ്ററുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നാൽ മൾട്ടിപ്ലയറുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റുമാണ്. രണ്ട് ഇൻവെസ്റ്റ്മെന്റുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്? ഈ പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സ് ആണ് നടത്തുന്നത്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് പ്രധാനമായിട്ട് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ആണത് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ റൈസ് ഇൻ കൺസംഷൻ കോസസ് റൈസ് ഇൻ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിന് നമ്മൾ ആക്സിലേറ്റർ ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇതിന്ന് മൾട്ടിപ്ലയറും ആക്സിലേറ്ററും തമ്മിൽ എന്തൊരു ഇന്ററാക്ഷൻ നടന്നു ഇവിടെ അല്ലേ? സാമുവൽസൺ തിയറിയിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെയും മൾട്ടിപ്ലയറും ആക്സിലേറ്ററും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടന്നു. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കൂടിയതിന്റെ ഫലമായിട്ട് പല മൾട്ടിപ്ലൈസ് ആയിട്ട് ഇൻകം കൂടി. അങ്ങനെയാണ് മൾട്ടിപ്ലയർ ഇഫക്റ്റ്. ഇനി അതിന്റെ ഫലമായിട്ട് ആ ഇൻകം കൂടിയപ്പോൾ എന്ത്? കൺസംഷൻ കൂടി. കൺസംഷൻ കൂടിയപ്പോൾ അതിന്റെ ഫലമായിട്ട് വീണ്ടും എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ കൺസംഷന്റെ ഫലമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടിയതാണ് ഏത്? ആക്സിലേറ്റർ ഇഫക്റ്റ്. അപ്പോൾ രണ്ടും തമ്മിൽ ഇന്ററാക്ഷൻ ആയി. ദസ് ഔട്ട്പുട്ട് ഫർദർ ഇൻക്രീസസ്. വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഫർദർ ഇൻക്രീസസ്. ഔട്ട്പുട്ട് കൂടുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് കൂടും, കൺസംഷൻ കൂടി. ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് ദ എക്സ്പാൻഷണറി ഫേസ് ഇൻ ബിസിനസ് സൈക്കിൾ. ഇങ്ങനെ ഔട്ട്പുട്ട് കൂടുന്നതിന്, ഇങ്ങനെ മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ആ കൺസംഷൻ കൂടുന്നു, ഇൻകം കൂടുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഇതിനെയാണ് എക്സ്പാൻഷണറി ഫേസ് ഇൻ ബിസിനസ് സൈക്കിൾ. ഇതാണ് ബിസിനസ് സൈക്കിളിന്റെ എക്സ്പാൻഷണറി ഫേസ് എന്ന് ആര് പറയുന്നു? ഹിക്സ് പറയുന്നു. ശരിയല്ലേ? എക്സ്പാൻഷനിലെല്ലാം വർധനവല്ലേ? ഇൻകവും കൺസംഷനും എല്ലാം ഔട്ട്പുട്ട് എല്ലാം വർദ്ധിക്കുന്നു. ഇതാണ് എക്സ്പാൻഷണറി ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഗ്രാഫാണ്. ഒരു ഗ്രാഫ് ഉപയോഗിച്ചാണ് ഇത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഗ്രാഫ് നോക്കിയേ. എക്സ് ആക്സിൽ ടൈം പീരീഡ്, വൈ ആക്സിൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഔട്ട്പുട്ടും ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ 4 ലൈൻ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ്? ഒരു വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ, ബിസിനസ് സൈക്കിളിന്റെ ഫ്ലക്ച്വേഷനും കൊടുത്തിട്ടുണ്ട്. നോക്ക്, ഈ ഗ്രാഫിൽ എ എന്ന് പറയുന്നത് എ ലൈൻ റെപ്രസെൻസ് എന്താണ്? ഓരോ ലൈൻസും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഒരു ലൈൻ കൊണ്ടല്ലോ. അതുപോലെ എൽ എന്ന് പറയുന്ന മറ്റൊരു ലൈൻ, ഇ എന്ന് പറയുന്ന ലൈൻ, സി എന്ന് പറയുന്ന ലൈൻ. അതുപോലെ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ 4 സ്ട്രൈറ്റ് ലൈൻസും അതുപോലെ എന്താണ്? വേവ് ലൈക്ക് ഫ്ലക്ച്വേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ എ ലൈൻ റെപ്രസെൻസ്, ഏറ്റവും താഴത്തെ ലൈൻ ഉണ്ടല്ലോ, എ ലൈൻ റെപ്രസെൻസ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. എൽ ലൈൻ റെപ്രസെൻസ് ലോവർ ലിമിറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിന്റെ ലോവർ ലിമിറ്റ്, ഇക്കോണമി ഗ്രോത്ത് അതിന്റെ ലോവർ ലിമിറ്റ് ആണെന്ന് വെച്ചാൽ ഫോളോ ചെയ്താൽ എവിടെ വരെ വരത്തുള്ളൂ? എൽ എന്ന ലെവൽ വരെ വരത്തുള്ളൂ. അത് നമ്മൾ പറയും ഫ്ലോർ ഔട്ട്പുട്ട് ലെവൽ ഓർ സ്ലംപ് ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയും. അപ്പോൾ എ ലൈൻ നമ്മൾ പഠിച്ചല്ലോ. അത് ഗ്രാഫ് ഒന്ന് ഓർത്ത് നോക്കിയേ. എ ലൈൻ എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തെ ലൈനാണ്. അതിനെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അതായത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. അതിന് തൊട്ട് മുകളിലാണ് എൽ ലൈൻ വരുന്നത്. അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ലോവർ ലിമിറ്റ് ഓഫ് ദി ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിന്റെ ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ ഇക്കോണമി ഫോളോ ചെയ്താൽ എവിടം വരെ വരത്തുള്ളൂ? എൽ എന്ന ലൈനിൽ വന്ന് നിൽക്കും. അത് നമ്മൾ പറയും ഫ്ലോർ ഔട്ട്പുട്ട് ലെവൽ ഓർ സ്ലംപ് ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയും. സ്ലംപ് എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ്. ഫ്ലോർ ഔട്ട്പുട്ട് ലെവൽ അല്ലെങ്കിൽ സ്ലംപ് ഇക്വിലിബ്രിയം ലെവൽ. അതിന് താഴേക്ക് ഔട്ട്പുട്ട് ഒരിക്കലും പോവുകയില്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത് ഹിക്സ്. ഇത് ഹിക്സിന്റെ അസംപ്ഷൻ ആണ്. ഇനി തൊട്ട് മുകളിലുള്ള ഇതിലെ സി ലൈൻ റെപ്രസെൻസ് അപ്പർ ലിമിറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് ഏറ്റവും ടോപ്പിലുള്ള ലൈൻ ഉണ്ടല്ലോ സി, അത് അപ്പർ ലിമിറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജ് ആണ് സി എന്ന ലൈൻ. അല്ലെങ്കിൽ നമ്മൾ പറയും ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ സി ലെവൽ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് ലെവൽ. സീലിംഗ് ലെവൽ മീൻസ് ഏറ്റവും ടോപ്പ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇനി സിയുടെ തൊട്ട് താഴെ ഇ എന്നൊരു ലൈൻ ഉണ്ടായിരുന്നു. അതെന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം ഇൻ ദ ഇക്കോണമി. ഇക്കോണമിയുടെ നോർമൽ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ആണ്. ഇക്കോണമിയിലെ ഇക്കോണമിക്ക് ആവശ്യമുള്ള ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ആണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രാഫിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കേ, എ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? എൽ എന്ന് പറയുന്ന ലോവർ ലിമിറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഇക്കണോമിക് ഗ്രോത്ത്, നോർമൽ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ. സി എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലെവൽ ഓഫ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഇവിടെയാണ്, ഇതിനിടയ്ക്കാണ് ഇക്കോണമി എന്തിലേക്ക്?
വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ P0 നമ്മളിപ്പോൾ ഇക്കോണമിയിലെ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് കരുതുക. ഇക്കോണമിയിലെ ഇക്വിലിബ്രിയം സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നോർമൽ ഇക്കോണമിയിൽ ആവശ്യമുള്ള ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ജനറൽ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ഇക്കോണമി ഇപ്പം സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ് P0 ലെവൽ. അവിടെ നിന്ന് എന്താണ് ഒരു റിക്കവറി ഉണ്ടാകും അല്ലേ? ഇക്കോണമി എന്തിലേക്ക് പോകുന്നു? റിക്കവറിയിലേക്ക് പോകുന്നു. റിക്കവറി സിറ്റുവേഷൻ. അങ്ങനെ റിക്കവറി ഉണ്ടായി എന്ത് ചെയ്യുന്നു? ആ കാര്യം അവിടെ ഒപ്റ്റിമിസം ഉണ്ടാകുന്നു, ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നു, ഇക്കോണമി ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, മൾട്ടിപ്ലയർ ആക്സിലേറ്ററും ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇക്കോണമി ഇവിടേക്ക് വരുന്നു, P1 വരുന്നു. P1 എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിൻ്റെ അപ്പർ ലിമിറ്റാണ്. എന്ന് വെച്ചാൽ എന്താണ്? പീക്കാണ്. ഈ സിറ്റുവേഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പീക്ക് ലെവലാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ പീക്ക്? ആ സിറ്റുവേഷനാണ് ഏത്? ഈ P1 എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇക്കോണമി അപ്പർ ലിമിറ്റിൽ, അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിലെത്തി, P1 ഇതിനപ്പുറത്തേക്ക് പോകില്ല. കാര്യം അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ഗ്രോത്ത് ഉണ്ട്, അപ്പർ ലിമിറ്റ് ഓഫ് ഗ്രോത്ത് ആണ്, അതിനപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ P1 ഇക്കോണമി എത്തി. ഇതാണ് പീക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ P1 എന്ത് ചെയ്യുന്നു? കുറേ കാലത്തേക്ക് നിലനിൽക്കുന്നു. P1 എന്ത് ചെയ്യുന്നു? P2 വരെ. P1 എന്താണ്? കുറേ കാലം ഇക്കോണമി പീക്ക് സിറ്റുവേഷൻ. കാര്യം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പീക്കിൽ വന്നിട്ട് അടുത്ത ദിവസം റിസഷനിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ആ പീക്ക് സിറ്റുവേഷൻ കുറേ കാലം ഇക്കോണമി ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. അതാണ് P1 P2 തമ്മിലൊരു ഗ്യാപ്പ് കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ P1 P2. ഇത് ഇക്കോണമി എന്ത് ചെയ്യുന്നു? ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കുറച്ച് കാലം ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്ത് പോയതിന് ശേഷം പെട്ടെന്ന് ഇക്കോണമിയിൽ എന്തുണ്ടാകാം? റിസഷൻ വരാം. കാര്യം ഇക്കോണമിയിൽ എന്താണ്? ഇൻഫ്ലേഷണറി പ്രഷറാണ്. കാരണം നമ്മൾ പറഞ്ഞു പീക്ക് സിറ്റുവേഷനിലൊക്കെ ഇൻഫ്ലേഷണറി പ്രഷറാണ്. ഇത് സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ ഒരു ഡിമാൻഡ് കുറയ്ക്കും. ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ എന്താണ്? ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ ആക്സിലേറ്റർ കുറയും അല്ലേ? അത് മൾട്ടിപ്ലയറിലൂടെ എന്ത് ചെയ്യും? വീണ്ടും ഔട്ട്പുട്ട് കുറയാൻ കാരണമാകും. അങ്ങനെ ആ പീക്ക് സിറ്റുവേഷനിൽ നിന്ന് എന്ത് ചെയ്യും? റിസഷനിലേക്ക് വരും. ഇതാണ് P2 മുതൽ Q1 വരെയുള്ള സിറ്റുവേഷൻ കണ്ടല്ലോ. അതായത് P0 മുതൽ P1 വരെയാണ് ഒരു റിക്കവറി എന്ന് പറയുന്നത്. റിവൈവൽ ഫേസ് ആണ്. റിവൈവലാണ് P0 മുതൽ P1 വരെ. എന്നാൽ P2 മുതൽ Q1 വരെയുള്ള സിറ്റുവേഷൻ എന്താണ്? റിസഷൻ, മാന്ദ്യമാണ്. P2 മുതൽ Q1 വരെ എന്താണ്? ഒരു റിസഷൻ ആണ് അല്ലേ? ഒരു കോൺട്രാക്ഷണറി ഫേസ് ആണ്. കോൺട്രാക്ഷനിലേക്ക്. ഇവിടെ P0 മുതൽ P1 വരെ റിവൈവൽ അല്ലെങ്കിൽ എക്സ്പാൻഷണറി ഫേസ് ആണ്. എക്സ്പാൻഷൻ ഉണ്ടാകുന്നെങ്കിൽ P2 മുതൽ Q1 വരെ എന്താണ്? റിസഷൻ ആണ്, കോൺട്രാക്ഷൻ ഫേസ് ആണ്. അങ്ങനെ റിസഷൻ ഉണ്ടായി തുടങ്ങിയാൽ നമുക്കറിയാമല്ലോ എന്തുണ്ടാകും? പെസിമിസം ഉണ്ടാകും. ഇക്കോണമി എന്ത് ചെയ്യും? ഡൗൺവേർഡായിട്ട് മൂവ് ചെയ്യും അല്ലേ? അത് ക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ താഴ്ന്ന് ഇക്കോണമി എവിടെ വരെ എത്തും? Q1 പോയിന്റ് വരെ എത്തും. കാര്യം Q1 ആണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ലോവർ ലിമിറ്റ്. അതിന് താഴേക്ക് പോകില്ല. ആ ലോവർ ലിമിറ്റിലെത്തി. Q1 ആണ് ട്രഫ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രഷൻ എന്ത് ചെയ്തു? Q1 മുതൽ Q2 വരെ കുറേ കാലം ഇങ്ങനെ ഡിപ്രഷൻ, ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ അങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ Q1 Q2 കൊടുത്തേക്ക്. രണ്ടും ഡിപ്രഷൻ തന്നെയാണ്. P1 P2 പീക്ക് തന്നെയാണ്. ആ ഒരു ടൈം എന്താണ്? ലിമിറ്റാണ് സൂചിപ്പിക്കുന്നത്. കുറേ കാലം നിലനിൽക്കുന്നു, അതിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ Q1 മുതൽ Q2 വരെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇക്കോണമി ഡിപ്രഷനിൽ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇക്കോണമി വീണ്ടും റിവൈവ് ചെയ്യും. കാരണം വീണ്ടും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേ പറ്റൂ. ഇക്കോണമി റിവൈവ് ചെയ്തേ പറ്റൂ. വീണ്ടും ഇക്കോണമി എന്താണ്? Q2 നിന്ന് Q3 എന്ന് വെച്ചാൽ വീണ്ടും റിവൈവൽ. നമ്മൾ P0 നിന്ന് P1 വന്നതുപോലെ Q2 നിന്ന് വീണ്ടും നമ്മൾ എന്താണ്? ഇക്കോണമി എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും തിരിച്ചു പോകും. അപ്പോൾ ഒരു വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ആയില്ല. ഇതാണ് ബിസിനസ് സൈക്കിൾ. ആരുടെ? ഹിക്സിയൻ തിയറിയിലെ ബിസിനസ് സൈക്കിൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് അദ്ദേഹം പറയാൻ വേണ്ടി എന്താണ്? ഔട്ട്പുട്ടിന്റെ ലിമിറ്റ്, ഇക്കണോമിക് ഗ്രോത്തും അല്ലേ, ഔട്ട്പുട്ടിന്റെ ലിമിറ്റ്, ഇക്വിലിബ്രിയം ലെവൽ അല്ലേ, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടൊക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വസ്തുതയെന്ന് പറയുന്നത്. നോക്ക് അല്ലേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എ ലൈൻ്റെയും CCEE ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് സൈക്കിൾ P0 to P1 ഗ്രാഫ് ഒന്ന് ഓർത്ത് നോക്കുക. P0 to P1 റെപ്രസെൻറ്റ് എക്സ്പാൻഷണറി ഫേസ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എക്സ്പാൻഷണറി ഫേസ് ആണ് P0 മുതൽ P1 വരെ. P2 മുതൽ Q1 വരെ താഴോട്ട് P2 മുതൽ Q1 വരെ എന്താണ്? റെപ്രസെൻറ്റ്സ് കോൺട്രാക്ഷണറി ഫേസ്. റിസഷനാണ് സൂചിപ്പിക്കുന്നത്. റിസഷനാണ്. Q2 മുതൽ Q3 വരെ എന്താണ്? റെപ്രസെൻറ്റ് റിവൈവൽ ഫേസ്. വീണ്ടും റിവൈവലിലേക്ക് പോകുന്നു. ഇക്കോണമി റിവൈവ് ചെയ്ത് പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പാൻഷണറി ഫേസിലേക്ക് വീണ്ടും തിരിച്ച് പീക്കിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ഹിക്സിയൻ തിയറിയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. നോട്ട് നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ സാമുൽസൺ തിയറി കഴിഞ്ഞു. അടുത്ത എന്താണ്? ഹിക്സിയൻ തിയറിയും കഴിഞ്ഞു. അപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ടും ഏകദേശം ഒരുപോലെ വരും. അതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണ് ഞാൻ പോയിന്റായിട്ട് പറഞ്ഞതെന്ന് ഓർക്കുക. അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരില്ല. അല്ലാതെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. അതങ്ങനെ നിങ്ങൾ പേടിക്കുന്നുണ്ട് വേണ്ട. ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പെരിഫറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ഓരോ തിയറിയും എന്തിനെയാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ.
അടുത്ത മൂന്നാമത്തെ തിയറിയാണ് കാൾഡർ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. കാൾഡർ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ ഇത് മുന്നോട്ട് വച്ചത് നിക്കോളാസ് കാൾഡർ എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഗ്രോത്ത് തിയറിയൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇദ്ദേഹവും ബിസിനസ് സൈക്കിളിനെ കുറിച്ചൊരു തിയറി മുന്നോട്ട് വെച്ചു. അതെന്താണ്? കാൾഡർ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ഇത് മുന്നോട്ട് വെച്ചത് ആരാണ്? നിക്കോളാസ് കാൾഡർ. എന്താണ് ഈ തിയറിയിൽ പറയുന്നത്? ദിസ് തിയറി അസ്യൂംസ് ദാറ്റ് the difference between planned savings and investment that leads to a business cycle. അപ്പോൾ നിക്കോളാസ് കാൾഡർ പറഞ്ഞ എന്താണ്? This theory assumes that difference between ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ഡിഫറൻസ് ബിറ്റ്വീൻ planned saving and planned investment that leads to a business cycle. അതായത് സേവിങ്സും ഇൻവെസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ പ്ലാൻഡ് സേവിങ്സും പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഇക്കോണമിയെ ബിസിനസ് സൈക്കിളിലേക്ക് നയിക്കുന്നതെന്ന് ആര് പറയുന്നു? നിക്കോളാസ് കാൾഡർ പറയും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സേവിങ്സും പ്ലാൻഡ് എന്ന് വെച്ചാൽ എക്സാൻഡേ, പ്ലാന്റിന്റെ മറ്റൊരു വാക്കാണ് എക്സാൻഡേ എന്ന് പറയാം. എക്സാൻഡേ സേവിങ്സ് എന്ന് വെച്ചാൽ പ്ലാൻഡ് സേവിങ്സ്, എക്സാൻഡേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അത്രേ ഉള്ളൂ കേട്ടോ. എക്സാൻഡേ എക്സ്പോസ്റ്റ് ഉണ്ട്. എക്സ്പോസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ എന്തിനെ സൂചിപ്പിക്കുന്നത്? ആക്ച്വലിനെ സൂചിപ്പിക്കുന്നത്. ആക്ച്വൽ. ഇപ്പോൾ എക്സാൻഡേ സേവിങ്സ് എന്ന് വെച്ചാൽ പ്ലാൻഡ് സേവിങ്സ്, എക്സാൻഡേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ്, എക്സാൻഡേ കൺസംഷൻ എന്ന് വെച്ചാൽ പ്ലാൻഡ് കൺസംഷൻ. ഇനി എക്സ്പോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. അപ്പോൾ ഈ പ്ലാൻഡ് സേവിങ്സും പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് ബിസിനസ് സൈക്കിളിന് കാരണമാകുന്നതെന്നാണ് ആരുടെ പക്ഷം? കാൾഡറിന്റെ പക്ഷം. മനസ്സിലായല്ലോ? അല്ലാതെ മൾട്ടിപ്ലയർ ആക്സിലേറ്റർ ഇന്ററാക്ഷൻ ആണോ? അല്ല. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഓക്കെ. ഇനി ദ തിയറി യൂസ് നോൺ ലീനിയർ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഈ തിയറി എന്താണ് യൂസ് ചെയ്യുന്നത്? നോൺ ലീനിയർ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. അതായത് ലീനിയർ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ തിയറിയിൽ നോൺ ലീനിയർ ആയിട്ടുള്ള, നോൺ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ആണ് ആര് യൂസ് ചെയ്തിരിക്കുന്നത്? കാൾഡർ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ, സേവിങ് ലൈനും ഇൻവെസ്റ്റ്മെന്റ് ലൈനും സാധാരണ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. പക്ഷേ മറ്റുള്ള തിയറീസിലൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ISM എല്ലാം മോഡലൊക്കെ പഠിച്ചില്ലേ, അതിനകത്തൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാൾഡർ യൂസ് ചെയ്യുന്നത് പറയുന്ന സേവിങ് ഇൻവെസ്റ്റ്മെന്റ് നോൺ പ്രൊപ്പോർഷണൽ ആണ്, അതായത് നോൺ ലീനിയർ ആണ്. അങ്ങനെയുള്ള നോൺ ലീനിയർ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ആണ് ആര് യൂസ് ചെയ്തേക്കുന്നത്? കാൾഡർ ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക, അതൊരു പോയിന്റ് ആണ്. ഇനി അക്കോർഡിംഗ് ടു കാൾഡർ, ദ ബിസിനസ് സൈക്കിൾ ഈസ് വിസിബിൾ when non-linear saving and investment curves are brought together. അപ്പോൾ കാൾഡറിന്റെ അഭിപ്രായത്തിൽ ബിസിനസ് സൈക്കിൾ ഈസ് വിസിബിൾ, നമുക്ക് ബിസിനസ് സൈക്കിൾ കാണാൻ കഴിയും, ബിസിനസ് സൈക്കിൾ വിസിബിൾ ആകും. എപ്പോഴാണ്? ഈ പറഞ്ഞ നോൺ ലീനിയർ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും, നോൺ ലീനിയർ സേവിങ് ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ നോൺ ലീനിയർ സേവിങ് കർവും നോൺ ലീനിയർ ഇൻവെസ്റ്റ്മെന്റ് കർവ്സും ആർ ബ്രോട്ട് ടുഗദർ. രണ്ടും കൂടി ഒരുമിച്ച് ചേർത്താൽ, അവിടെ നമ്മൾ ഹിക്സിലും സാമുൽസനും പറഞ്ഞു മൾട്ടിപ്ലയറും ആക്സിലേറ്ററും കൂടി ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ ആരുടെ ഇന്ററാക്ഷൻ ആണ്? നോൺ ലീനിയർ സേവിങ് ഫംഗ്ഷനും നോൺ ലീനിയർ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാൽ, അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ എന്ത് വിസിബിൾ ആകും? ബിസിനസ് സൈക്കിൾ വിസിബിൾ ആകുമെന്നാണ് ആര് പറയുന്നത്? കാൾഡർ പറയുന്നത്. അപ്പോൾ ബിസിനസ് സൈക്കിൾ വിസിബിൾ ആകണമെങ്കിൽ, ഫ്ലക്ച്വേഷൻസ് അറിയണമെങ്കിൽ, നോൺ ലീനിയർ ആയിട്ടുള്ള സേവിങ് കർവിനെയും നോൺ ലീനിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനെയും കൂടി ഒരുമിച്ച് ചേർക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കാൾഡർ തിയറിയുടെ ഗ്രാഫ് നോക്കി. അപ്പോൾ എന്താണ് ഈ കാൾഡർ? നമ്മൾ പറഞ്ഞു 3 ഇക്വിലിബ്രിയം പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? കാര്യം നോൺ ലീനിയർ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനും നോൺ ലീനിയർ സേവിങ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്, കാൾഡർ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്ഥലത്ത് ഈ കർവുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, A, C ആൻഡ് B. അപ്പോൾ ഈ 3 ഇക്വിലിബ്രിയം പോയിന്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ എക്കും സിക്കും ഇടയിൽ നോക്കിയേ, ഏത് കർവാണ് മുകളിൽ നിൽക്കുന്നത്? ആ സേവിങ് കർവ് ഇൻവെസ്റ്റ്മെന്റ് കർവിനേക്കാൾ മുകളിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സേവിങ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ പോയിന്റ് സിക്കും ബിക്കും ഇടയിൽ നോക്കുക, ഏത്? I എന്ന കർവ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് കർവ് ഈസ് ഗ്രേറ്റർ ദാൻ സേവിങ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ സേവിങ്സ്. അപ്പോൾ ഈ 2 പോയിന്റുകൾ എക്കും സിക്കും ഇടയിൽ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതലും, സിക്കും ബിക്കും ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സിനേക്കാൾ കൂടുതലും. അതാദ്യം മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് കാൾഡർ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്ക്, the figure shows multiple equilibria positions at A, B and C. Of these, A and B are stable positions and C are unstable position. അപ്പോൾ നോക്ക്, the figure shows
മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയ പൊസിഷൻസ് അറ്റ് എ ബി ആൻഡ് സി അല്ലേ. എയും ബിയും സിയും എന്താണ്? മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് ആണ്. ഓഫ് ദീസ് ഇതിൽ എ ആൻഡ് ബി ആർ സ്റ്റേബിൾ പൊസിഷൻസ്. എയും ബിയും എന്താണ്? സ്റ്റേബിൾ പൊസിഷൻ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. വലിയ ചേഞ്ചസ് ഉണ്ടാകത്തില്ല, പ്രത്യേകിച്ച് ഷോർട്ട് റണ്ണിൽ ചേഞ്ചസ് ഉണ്ടാകത്തില്ല. എയും ബിയും സ്റ്റേബിൾ പൊസിഷൻസും. ആൻഡ് സി അൺസ്റ്റേബിൾ പൊസിഷൻ. ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? സി അൺസ്റ്റേബിൾ പൊസിഷൻ ആണ്. സി അൺസ്റ്റേബിൾ പൊസിഷൻ ആണ്. എയും ബിയും സ്റ്റേബിൾ പൊസിഷനും സി എന്താണ്? അൺസ്റ്റേബിൾ പൊസിഷനുമാണ്. സോ അത് സിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ബട്ട് എ ആൻഡ് ബി ആർ സ്റ്റേബിൾ പൊസിഷൻസ് ഓൺലി ഇൻ ദ ഷോർട്ട് റൺ. നമ്മൾ പറഞ്ഞു എയും ബിയും സ്റ്റേബിൾ ആണ്, പക്ഷേ ഇവിടെ മാത്രമാണ്, ഷോർട്ട് പീരീഡിൽ മാത്രമാണ് എയും ബിയും ഇൻവെസ്റ്റ്മെന്റിന്റെയും സപ്ലൈയുടെയും ഇന്ററാക്ഷൻ പോയിന്റ്സ് ആയി എയും ബിയും സ്റ്റേബിൾ ആയിട്ട് ഉള്ളത്. ഷോർട്ട് റണ്ണിൽ മാത്രമാണ്. അതിൻ്റെ അർത്ഥം ലോങ് പീരീഡിൽ എയും ബിയും എന്ത് ചെയ്യുന്നു? അൺസ്റ്റേബിൾ ആണ്. It is only in the long run that they become unstable and the path of the cycle is visible. അപ്പോൾ ലോങ് റണ്ണിൽ എയും ബിയും അൺസ്റ്റേബിൾ ആകുന്നു. അപ്പോൾ നമുക്ക് എന്ത് വിസിബിൾ ആകുന്നു? പാത്ത് ഓഫ് ദ സൈക്കിൾ ഈസ് വിസിബിൾ എന്ന് വെച്ചാൽ ഈ വേവ്സ് ലൈക്സ് മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് പീരീഡിൽ? ലോങ് പീരീഡിൽ. ഷോർട്ട് പീരീഡിൽ എയും ബിയും സ്റ്റേബിൾ ആണ്, മാറ്റമില്ല. സി മാത്രമാണ് അൺസ്റ്റേബിൾ. പക്ഷേ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഇത് മൂന്നും എന്താകുന്നു? അൺസ്റ്റേബിൾ ആകുന്നു. അപ്പോൾ നമുക്ക് എന്ത് വിസിബിൾ ആകുന്നു? പാത്ത് ഓഫ് ദ ബിസിനസ് സൈക്കിൾ വിസിബിൾ ആകുന്നു. ക്ലിയർ ആണല്ലോ. ഇനി കാൾഡർ ഇൻട്രൊഡ്യൂസസ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആസ് അനദർ വേരിയബിൾ ദാറ്റ് അഫക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാൾഡർ ഇൻട്രൊഡ്യൂസസ് ക്യാപിറ്റൽ സ്റ്റോക്ക്. കാൾഡർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തിനാണ്? ആസ് അനദർ വേരിയബിൾ ദാറ്റ് അഫക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റിന്റെയും റിലേഷൻഷിപ്പ്. കാരണം ഇവിടെ കാൾഡർ യൂസ് ചെയ്തിരിക്കുന്ന സേവിങ് ഇൻവെസ്റ്റ്മെന്റ് റിലേഷൻഷിപ്പ് ആണ്. ആ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് റിലേഷൻഷിപ്പ് അഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ക്യാപിറ്റൽ സ്റ്റോക്ക്. ആ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്ന വേരിയബിൾ കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ കാൾഡർ ഇൻട്രൊഡ്യൂസസ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആസ് അനദർ വേരിയബിൾ അഫക്ട്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു വേരിയബിൾ ആണ് ക്യാപിറ്റൽ സ്റ്റോക്ക്. അതുകൂടി അദ്ദേഹം ഈ തിയറിയിലേക്ക് കൊണ്ടുവരുന്നു, ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നു. അത് നോട്ട് ചെയ്യണം, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബോത്ത് എസ് ആൻഡ് ഐ, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, വെരി പോസിറ്റീവ്ലി വിത്ത് ഇൻകം. വെരി പോസിറ്റീവ്ലി വിത്ത് ഇൻകം. നോക്കിയേ, അപ്പോൾ എസ് ആൻഡ് ഐ, സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും വെരി പോസിറ്റീവ്ലി വിത്ത് ഇൻകം. ഇൻകവുമായിട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണല്ലോ. സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റും ഇൻകവുമായിട്ട് എന്ത്? പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. കാരണം ഇൻകം കൂടിയാൽ സേവിങ്സ് കൂടും, ഇൻകം കുറഞ്ഞാൽ സേവിങ്സ് കുറയും. പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഇനി ഇൻകം കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ഇൻകം കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. അപ്പോൾ ഇൻകവുമായിട്ട് നോക്കുമ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും എന്ത് റിലേഷൻഷിപ്പ് ആണ്? പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. വൈൽ യെസ് വേരീസ് ഡയറക്ട്ലി വിത്ത് ക്യാപിറ്റൽ സ്റ്റോക്ക്. എന്നാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് അതിനെ ഡിനോട്ട് ചെയ്യുന്ന കെ എന്നാണ് കേട്ടോ, കെ. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്താൽ എസ് വേരീസ് ഡയറക്ട്ലി. ക്യാപിറ്റൽ സ്റ്റോക്കും അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ സേവിങ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യണം. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. സേവിങ്സും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അതേ സമയത്ത് ഐ വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ക്യാപിറ്റൽ സ്റ്റോക്ക്. ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. കാരണം ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വേരീസ് പോസിറ്റീവ്ലി വിത്ത് ഇൻകം. സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റും ഇൻകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് രണ്ടിനും, സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനും. എന്നാൽ ക്യാപിറ്റൽ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്കും സേവിങ്സും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ, പോസിറ്റീവ് റിലേഷൻ ആണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ സേവിങ്സ് കൂടുന്നു, കുറയുമ്പോൾ സേവിങ്സ് കുറയും. എന്നാൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, വിപരീത ബന്ധമാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. ഈ റിലേഷൻഷിപ്പ് കൂടി ഓർത്ത് വെച്ചേക്കുക, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി ഇറ്റ് ഈസ് ഓൺലി വെൻ പോയിന്റ് സി ആൻഡ് ബി കംസ് ക്ലോസർ. നോക്കിയേ, ഇറ്റ് ഈസ് ഓൺലി വെൻ പോയിന്റ് ബി ആൻഡ് സി കം ക്ലോസർ. ഈ പോയിന്റ് ബിയും സിയും ലോങ് റണ്ണിൽ നമ്മൾ പറഞ്ഞു അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ പോയിന്റുകൾ ഒരുമിച്ച് വരുമ്പോൾ, ഒരുമിച്ച് വരാൻ കാരണം എന്താണ്? സി എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് വരും? ബിയിലേക്ക് വരും, ബിയുടെ അടുത്തേക്ക് വരും. കാരണം ഇവിടെ എന്താണ്? നോക്കിയേ, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ സേവിങ്സ്. ഇൻവെസ്റ്റ്മെന്റ് ഏതിനേക്കാൾ കൂടുതലാണ്? സേവിങ്സിനേക്കാൾ കൂടുതലല്ലേ? ഇതാ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സിനേക്കാൾ, ഇൻവെസ്റ്റ്മെന്റ് കർവ് മുകളിലാണ് സേവിങ്സിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൂടുതലാണ്. അതിനർത്ഥം ഇൻവെസ്റ്റ്മെന്റ് കൂടി വരുമ്പോൾ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു, വരുമാനം ഉണ്ടാകുന്നു, ഇൻകം ഉണ്ടാകുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, ഇക്കോണമിയിൽ എക്സ്പാൻഷൻ ഉണ്ടാവുകയാണ്.
അപ്പോൾ സി എന്ന പോയിന്റിൽ എങ്ങോട്ട് പോരും? ബിയിലേക്ക് വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി വെൻ പോയിന്റ്സ് സി ആൻഡ് ബി കം ക്ലോസർ. സിയും ബിയും അടുത്തടുത്ത് വരുമ്പോൾ ദ എക്സ്പാൻഷൻ ഫേസ് ഓഫ് ദ സൈക്കിൾ സ്റ്റാർട്ട്സ്. അവിടെ എന്തുണ്ടാകുന്നു? എക്സ്പാൻഷൻ ഫേസ് ഉണ്ടാകുന്നു. അപ്പോൾ കാൾഡർ തിയറിയിൽ സിയും ബിയും അടുത്തടുത്ത് വരും. കാരണം ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സിനേക്കാൾ കൂടുതലായതാണ് കാരണം. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? എക്സ്പാൻഷൻ ഫേസ്. ബിസിനസ് സൈക്കിളിലെ എക്സ്പാൻഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ സിയും ബിയും അടുത്തടുത്ത് വരുമ്പോൾ. വെൻ ദേ ആർ ജോയിൻഡ്, ഇനി ഈ സിയും ബിയും അടുത്തടുത്ത് വന്ന് സിയും ബിയും കൂടെ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേർന്നാൽ, സിയും ബിയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? എക്സ്പാൻഷൻ. വെൻ ദേ ആർ ജോയിൻഡ് എക്സ്പാൻഷൻ സ്റ്റോപ്സ് ആൻഡ് കോൺട്രാക്ഷൻ ബിഗിൻസ്. ഒരുമിച്ച് ചേരുമ്പോൾ എന്താണ്? എക്സ്പാൻഷൻ സ്റ്റോപ്പ് ആകുന്നു വെച്ചാൽ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞു, പിന്നെ എക്സ്പാൻഷൻ സ്റ്റോപ്പ് ആകുന്നു. പിന്നെ എന്താരംഭിക്കുന്നു? ആ പോയിന്റ് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതിനുശേഷം കോൺട്രാക്ഷൻ ബിഗിൻസ്, കോൺട്രാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ സിയും ബിയും കൂടെ ക്ലോസ് ആയിട്ട് വരുന്നത് വരെയാണ് എക്സ്പാൻഷണറി ഫേസ്. അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്ന, എക്സ്പാൻഷന്റെ ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്ന ഏതാണ്? സിയും ബിയും കൂടെ മെർജ് ചെയ്യുന്ന പോയിന്റ് ആണ്. സിയും ബിയും കൂടെ സി വന്ന് ബിയിൽ വന്ന് ചേരും, രണ്ടും കൂടി മെർജ് ചെയ്ത് ഒറ്റ പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ ആ എക്സ്പാൻഷൻ ഫേസ് കംപ്ലീറ്റ് ആകുന്നു. പിന്നീട് എന്താ ആരംഭിക്കുന്നു? കോൺട്രാക്ഷൻ. കാരണം എന്താണ്? ആ ബി കഴിഞ്ഞതിന് ശേഷം നോക്കിയേ, ബിക്ക് ശേഷം സേവിങ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ഏതാണ് കൂടുതൽ? സേവിങ്സ് അല്ലേ മുകളിൽ വരുന്നത് ബിക്ക് ശേഷം. അപ്പോൾ ഇത് മെർജ് ചെയ്തതിന് ശേഷം സേവിങ്സ് കൂടുതൽ, ഇൻവെസ്റ്റ്മെന്റ് കുറവ്. ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ റിവേഴ്സ് സംഭവിക്കും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും, അല്ലേ? പിന്നെ ഔട്ട്പുട്ട് കുറയും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. ഇത് സംഭവിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി വെൻ സി ആൻഡ് എ കംസ് ക്ലോസർ, ഇനി നേരെ മറിച്ച് സിയും എയും കൂടിയാണ് അടുത്തടുത്ത് വരുന്നത്. അവിടെ നോക്കുക, സേവിങ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ, സിയും എയും കൂടിയാണ് ക്ലോസ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? കോൺട്രാക്ഷൻ ഉണ്ടാകുന്നു. ഇക്കണോമിക് കോൺട്രാക്ഷൻ, റിസഷൻ ഉണ്ടാകും. റിസഷണറി ഫേസ് ആണ്. കാരണം അവിടെ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, അതുകൊണ്ടാണ് റിസഷൻ ഉണ്ടാകുന്നത് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് കുറവ്, അപ്പോൾ റിസഷണറി ഫേസ് ആണിത്. ഇനി വെൻ ദേ ആർ ജോയിൻഡ്, ഇനി എയും ഈ സിയും കൂടെ ജോയിൻ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ദ കോൺട്രാക്ഷൻ സ്റ്റോപ്സ്, കോൺട്രാക്ഷൻ അവസാനിക്കുന്നു. ആൻഡ് എക്സ്പാൻഷൻ ബിഗിൻസ്, എക്സ്പാൻഷൻ. കോൺട്രാക്ഷണറി ഫേസ് അവസാനിച്ച് പിന്നെ എന്തിലേക്ക് പോകുന്നു? എക്സ്പാൻഷണറി ഫേസിലേക്ക് പോകുന്നു. കാരണം എന്താണ്? പിന്നെ എ കഴിഞ്ഞതിന് ശേഷം നോക്കി, ഇൻവെസ്റ്റ്മെന്റ് കർവല്ലേ മുകളിൽ, സേവിങ്സ് കർവിനേക്കാൾ മുകളിൽ ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് കർവാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? എക്സ്പാൻഷണറി ഫേസിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ കോൺട്രാക്ഷനും എക്സ്പാൻഷനും ഇങ്ങനെ വേവ് ലൈക്ക് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അല്ലാതെ ഇവിടെ പീക്ക് എന്നോ റിസഷനോ ഡിപ്രഷനോ ട്രഫ് എന്നോ പ്രോസ്പെരിറ്റി എന്നോ ആര് പറയുന്നില്ല? കാൾഡർ പറയുന്നില്ല. പക്ഷേ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ആണ് ഇവിടെ പറയുന്നത്. പല ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നത് പറയുന്നത്. ഇതാണ് കാൾഡറിന്റെ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ആദ്യം പഠിച്ച അതേ ഫോർമാറ്റിൽ തന്നെ ഇവിടെ പറയണമെന്നില്ല കേട്ടോ. പല രീതിയിലാണ് സാമുൽസൺ പറഞ്ഞത്. 5 പാത്ത് ഉപയോഗിച്ചാണ് പറഞ്ഞത്. അതുപോലെ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? പിന്നെ ഹിഗ്സ് പറഞ്ഞ എങ്ങനെയാണ്? ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഹിഗ്സ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ വ്യൂവിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി കാൾഡർ സൈക്ലിക്കൽ പ്രോസസ് ഈ സെൽഫ് ജനറേറ്റിംഗ്. ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാൾഡറിന്റെ സൈക്ലിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ജനറേറ്റിംഗ് ആണ്. അല്ലാതെ ഇക്കോണമി, ഗവൺമെന്റോ സെൻട്രൽ ബാങ്കോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ ഒന്നും പിന്നെ ഇന്റർഫിയർ ചെയ്തുകൊണ്ടുള്ള ഒരു സൈക്ലിക്കൽ പ്രോസസ് അല്ല ഇവിടെ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? സെൽഫ് ജനറേറ്റിംഗ്. സ്വയം എന്താണ് ഇത്? എക്സ്പാൻഷൻ കഴിഞ്ഞ് കോൺട്രാക്ഷനിലേക്കും, കോൺട്രാക്ഷൻ കഴിഞ്ഞ് എന്തിലേക്കും? എക്സ്പാൻഷനിലേക്കും പോകുന്ന ഒരു സെൽഫ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് സൈക്കിളാണ് കാൾഡറിന്റെ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ഓർത്തു വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അക്കോർഡിംഗ് ടു കാൾഡർ, ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക്. നമ്മൾ പറഞ്ഞു സേവിങ്സും ഇൻവെസ്റ്റ്മെന്റിലും സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് ക്യാപിറ്റൽ സ്റ്റോക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം കാൾഡർ ഏത് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തത്? ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടി തിയറിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു കാൾഡർ, ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് റിസൾട്ട് ഇൻ ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ. അപ്പോൾ കാൾഡർ പറയുന്നത് ക്യാപിറ്റൽ സ്റ്റോക്കിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതെന്തിന് കാരണമാകുന്നു? ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ കാരണം ക്യാപിറ്റൽ സ്റ്റോക്കിൽ ചേഞ്ചസ് ഉണ്ടായാൽ ഏതിൽ ചേഞ്ചസ് വരും? നമ്മൾ പഠിച്ചു ഇൻവെസ്റ്റ്മെന്റിലും സേവിങ്സിലും ചേഞ്ചസ് വരും. ഇൻവെസ്റ്റ്മെന്റിലും സേവിങ്സിലും ചേഞ്ചസ് വന്നാൽ അത് ബിസിനസ് സൈക്കിളിനെ അത് ബാധിക്കും, അഫക്റ്റ് ചെയ്യും അല്ലേ? കാരണം അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്, സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് കാൾഡർ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? പിന്നെ ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് റിസൾട്ട്സ് ഇൻ ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ. അപ്പോൾ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ് ഇവിടെ ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷന് കാരണമാകുന്നത്. ഇതിനെ അദ്ദേഹം ഒരു പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നുണ്ട്, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ. ഈ ഒരു തിയറി, അതായത് ബിസിനസ് സൈക്കിൾ ഒക്കെ ചെയ്യുന്നത് ക്യാപിറ്റൽ സ്റ്റോക്കിലുള്ള ചേഞ്ചസിലൂടെയാണെന്നുള്ള ഇദ്ദേഹത്തിന്റെ പിന്നെ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരെന്താണ്?
സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ പോയിന്റ് ഒക്കെ വെച്ചിട്ടാണ് എക്സാമിന് ചോദിക്കുക. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ ആരുടേതാണ്? കാൾഡറിന്റെയാണ്. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉപയോഗിച്ചത് അദ്ദേഹം? ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷന് കാരണമാകുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കാൾഡർ തിയറി ഓഫ് ബിസിനസ്, കാൾഡർ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 3 തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സാമുൽസൺ തിയറി, അല്ലേ, ഹിക്സിയൻ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ, അതുപോലെ കാൾഡർ തിയറി. ഇതാണ് ബിസിനസ് സൈക്കിൾ. ഇതാണ് ബിസിനസ് സൈക്കിളിന്റെ പ്രധാനപ്പെട്ട തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ.